ഈ റഹീസിലേക്ക് കൂടി പോവുകയാണ്. റഹീസ്, ഈ തിരുവനന്തപുരം സെൻട്രൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ഒഴിച്ചിട്ടത് ഒരു അനുകൂല വിധി ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ്. പക്ഷേ ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇനി ഉണ്ടാകുന്ന നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ LDF-നകത്ത് ഉണ്ടായിരിക്കുന്ന ധാരണ ആന്റണി രാജുവിനെ കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടിയാലും ജനാധിപത്യ കേരള കോൺഗ്രസിന് ഈ സീറ്റ് മത്സരിക്കാൻ നൽകാം എന്നതാണ്. ഏറ്റവും അവസാനം ആന്റണി രാജുവും PC ജോസഫും ഡോക്ടർ KC ജോസഫും കൂടി CPM നേതാക്കളുമായി മിനിഞ്ഞാന്ന് AKG സെന്ററിൽ നടത്തിയ ചർച്ചയിലുണ്ടായിരിക്കുന്ന തീരുമാനം CPM ഈ സീറ്റ് ഏറ്റെടുക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിൽ പോലും ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ തന്നെ ഈ സീറ്റ് നിലനിർത്തണം എന്ന ആവശ്യമാണ് ആന്റണി രാജു അടക്കമുള്ള നേതാക്കൾ CPM-ന് മുമ്പിൽ വെച്ചത്. പകരം സ്ഥാനാർത്ഥിയെ CPM-ന് തീരുമാനിക്കാം. CPM കൊണ്ടുവരുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ആരെ കണ്ടെത്തി കൊണ്ടുവന്നാലും അതിനൊപ്പം നിൽക്കാം. പക്ഷേ ആ സീറ്റ് ജനാധിപത്യ കേരള കോൺഗ്രസിന് വേണം എന്ന അവകാശവാദമാണ് അവർ ഉന്നയിച്ചത്. തത്വത്തിൽ അത് അംഗീകരിക്കുകയും ചെയ്തു. ഇനി CPIM-ഓ അല്ലെങ്കിൽ ആന്റണി രാജു നിർദ്ദേശിക്കുന്ന ഒരാളോ സ്ഥാനാർത്ഥിയാകും എന്ന കാര്യം ഉറപ്പാണ്. പല പേരുകളിലേക്ക് തുടക്കത്തിൽ പാർട്ടി പോയിരുന്നു. CPM അത് ഏറ്റെടുക്കുകയാണെങ്കിൽ ആരെയൊക്കെ മത്സരിപ്പിക്കണം എന്ന തരത്തിൽ ചർച്ചകളൊക്കെ നടന്നിരുന്നു. പക്ഷേ മുമ്പ് കേട്ടിരുന്ന ഒരു പേര് വിജയൻ തോമസിന്റെ പേരാണ്. പക്ഷേ വിജയൻ തോമസിനെ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ മത്സരിപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാട് ആന്റണി രാജു CPM നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പേരിലേക്ക് ഇനി ചർച്ചകൾ പോകാനുള്ള സാധ്യതയില്ല. ലത്തീൻ സമുദായ അംഗമായ ഒരു അഭിഭാഷകനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആന്റണി രാജു ഓവർ കോൺഫിഡൻസ് ആണ് അവസാനം CPM നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ച നടത്തിയപ്പോഴും വെച്ചിരുന്നത്. കാരണം കോടതിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ വാക്കാലുള്ള പരാമർശമുണ്ട്. അതുകൊണ്ട് വിധി എനിക്ക് അനുകൂലമാകും എന്ന ഒരു ഉറപ്പാണ് അഭിഭാഷകൻ പറഞ്ഞു എന്നുകൂടി പറഞ്ഞ് ആന്റണി രാജു MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളെ അറിയിച്ചത്. അതുകൊണ്ട് അത് വിശ്വസിച്ച് CPM നേതാക്കൾ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും. 1-2 പേരുകൾ മനസ്സിലുണ്ട് എന്നാണ് CPM നേതാക്കൾ പറയുന്നത്. ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാക്കളെ അല്പസമയം മുമ്പ് വിളിച്ചപ്പോൾ അവരുടെ മനസ്സിലും 1-2 പേരുകൾ ഉണ്ട് എന്നാണ് അവരും പറയുന്നത്. നമുക്ക് അടുത്ത മണിക്കൂറിൽ അതിലൊരു വ്യക്തത ലഭിക്കുകയും ചെയ്യും. ശ്രുതി. ഓക്കെ, റഹീസ് തുടരുക. ശ്യാം ദേവരാജിലേക്ക് വീണ്ടും പോവുകയാണ്. ശ്യാം, നമുക്ക് വീണ്ടും ഈ ഉത്തരവിന്റെ വിധിയുടെ വിശദാംശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ തിരിച്ചടി എന്നുള്ളതാണ്. ഇനി എന്താണ് ഇതിൽ നേരത്തെ അനിൽ ഇമാനുവൽ സൂചിപ്പിച്ച പോലെ ഇതൊരു അപ്രതീക്ഷിത വിധി എന്ന് കാണാൻ കഴിയില്ല എന്നല്ലേ? അങ്ങനെ തന്നെയാണ്. ആന്റണി രാജുവിന് നേരത്തെ സമാനമായ വിധി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് നേരിട്ടിരുന്നു. ആ വിധിക്കെതിരെയാണ് ആന്റണി രാജു അപ്പീൽ നൽകിയത്. അതായത് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയുടെ ശിക്ഷാവിധി സ്റ്റേ ചെയ്യാൻ ആദ്യം തിരുവനന്തപുരം സെഷൻസ് കോടതി തയ്യാറായില്ല. സെഷൻസ് കോടതിയുടെ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ആന്റണി രാജു അപ്പീലുമായി ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. എന്നാൽ ആന്റണി രാജുവിന്റെ അപ്പീൽ ഹൈക്കോടതിയും തള്ളുകയായിരുന്നു. ഇനി സുപ്രീം കോടതിയിൽ പോയി അവിടെ നിന്നൊരു അനുകൂലമായ വിധി നേടാനുള്ള സാവകാശം ആന്റണി രാജുവിനെ സംബന്ധിച്ച് ഇല്ല. കാരണം ഇനി കേവലം 3 പ്രവൃത്തി ദിവസങ്ങൾ മാത്രമാണ് ആന്റണി രാജുവിനെ സംബന്ധിച്ചുള്ളത്. അതിനുള്ളിൽ ആന്റണി രാജുവിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ പോയി അനുകൂലമായ ഒരു വിധി വാങ്ങുക എന്നത് പ്രായോഗികമായി സംഭവിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആന്റണി രാജുവിന് ഈ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വരും. സ്വാഭാവികമായും ആന്റണി രാജുവിന് തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ മത്സരിക്കാൻ കഴിയില്ല. തിരുവനന്തപുരം സീറ്റിൽ ആന്റണി രാജു സ്ഥാനാർത്ഥിയാവില്ല. ആന്റണി രാജു ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം തനിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, അതുകൊണ്ട് ശിക്ഷാവിധി സ്റ്റേ ചെയ്യണം എന്ന ആവശ്യമാണ്. പക്ഷേ ആ ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് C ജയചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് തള്ളുകയാണ്. അത് ആന്റണി രാജുവിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാകുന്ന നിലപാടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഉണ്ടാകുന്നത്. ആന്റണി രാജുവിനെ സംബന്ധിച്ച് തന്റെ സ്ഥാനാർത്ഥിത്വ മോഹങ്ങളെല്ലാം പൊലിയുകയാണ്. ആന്റണി രാജു നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് ഒരുപക്ഷെ അനുകൂലമായ വിധി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. നേരത്തെ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ആന്റണി രാജുവിനെ 3 വർഷത്തേക്കാണ് ശിക്ഷിച്ചത്. ജനപ്രാതിനിധ്യ നിയമത്തിന്റെ 8-ം വകുപ്പ് 3-ാം ഉപവകുപ്പ് അനുസരിച്ച് 2 വർഷമോ അതിൽ കൂടുതലോ ആണ് ശിക്ഷ എങ്കിൽ സ്വാഭാവികമായും ജനപ്രതിനിധി സ്ഥാനത്ത് നിന്ന് അയോഗ്യത കൈവരും. അടുത്ത 6 വർഷത്തേക്ക് മത്സരിക്കാനുമാവില്ല. അതാണ് ആന്റണി രാജുവിനെ സംബന്ധിച്ച് അങ്ങേയറ്റം തിരിച്ചടിയായ കാര്യം. ഇതിനകം തന്നെ തിരുവനന്തപുരം MLA ആയിരുന്ന ആന്റണി രാജു ആ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെട്ടിരുന്നു. MLA സ്ഥാനത്ത് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഈ വിധി വന്നതിന് തൊട്ടു പിന്നാലെയാണ് അത്തരം ഒരു നടപടിക്രമത്തിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോയത്. ഇപ്പോൾ ആ വിധിക്ക് എപ്പോഴെങ്കിലും ഒരു സ്റ്റേ കിട്ടും, ഹൈക്കോടതിയിൽ നിന്നൊരു സ്റ്റേ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പ്രോസിക്യൂഷൻ സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും ഒരു നിലപാട് സ്വീകരിക്കുന്നു. ആ നിലപാട് കോടതി അംഗീകരിക്കുകയും ചെയ്തു. ആന്റണി രാജുവിന്റെ വാദങ്ങൾ
ഇതിൽ നിയമപരമായ പഴുതുകളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ട് മുതിർന്ന അഭിഭാഷകനെ തന്നെ നിയോഗിച്ചിട്ടും ആന്റണി രാജുവിന് അക്കാര്യങ്ങൾ കോടതിയെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതുമില്ല. ആന്റണി രാജുവിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇതിൽ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ പറഞ്ഞ ഒരു കാര്യം, ഹൈക്കോടതി നേരത്തെ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് മറുപടി എണ്ണി മറുപടി നൽകിയിരുന്നു. പക്ഷേ നിങ്ങൾ എല്ലാ കാര്യവും നിങ്ങളെ ബോധ്യപ്പെടുത്തിയില്ല എന്ന് ഒരു ഘട്ടത്തിൽ ഹൈക്കോടതി പ്രോസിക്യൂഷനോട് വിമർശനമായി തന്നെ പറയുകയും ചെയ്തു. പക്ഷേ അതെല്ലാം മാറ്റി നിർത്തിയാലും പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കോടതി അംഗീകരിക്കുന്നു. ഇത് അപൂർവമായ ഒരു കേസായി കാണാൻ കഴിയില്ല. ശിക്ഷാവിധി മരവിപ്പിക്കുന്നതിന് അപൂർവമായ സാഹചര്യത്തിലാണ്. അത്തരമൊരു സാഹചര്യം ഇവിടെ ഇല്ല എന്നാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ നിലപാടെടുത്തത്. ആ നിലപാട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അംഗീകരിക്കുന്നു. ആന്റണി രാജുവിന്റെ ശിക്ഷാവിധിക്ക് സ്റ്റേ നൽകുന്നില്ല, ശിക്ഷാവിധി സസ്പെൻഡ് ചെയ്യുന്നില്ല, ശിക്ഷാവിധി മരവിപ്പിക്കുന്നില്ല. അതായത് നിലവിൽ ആന്റണി രാജുവിന്റെ ശിക്ഷാവിധി എന്നത് ആ ശിക്ഷാവിധി തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയുടെ ശിക്ഷാവിധി അതേപടി തുടരുകയാണ്. ശിക്ഷയ്ക്ക് മാത്രമാണ് നിലവിൽ സ്റ്റേ ഉള്ളത്. അത് നേരത്തെ തന്നെ സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകാൻ വേണ്ടി ആ ശിക്ഷ സെഷൻസ് കോടതി സ്റ്റേ ചെയ്തിരുന്നു. തുടർന്ന് അവിടെ നിന്ന് സെഷൻസ് കോടതി ശിക്ഷാവിധി മരവിപ്പിക്കുന്നില്ല എന്ന് തീരുമാനം വരുമ്പോൾ അവിടെ നിന്ന് അപ്പീലുമായി ഹൈക്കോടതിയിലേക്ക് വരുന്നു. ഹൈക്കോടതിയിൽ നിന്നും ആന്റണി രാജുവിന് തിരിച്ചടിയാണ്. സെഷൻസ് കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും ആന്റണി രാജുവിന് ഒരേ ആവശ്യത്തിന്മേൽ തിരിച്ചടി നേരിടുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട